ഓർത്തഡോക്സ് ജൂതന്മാരിൽ വലിയൊരു ശതമാനം 3/4 നൂറ്റാണ്ട് കാലമായിട്ട് അവിടെ താമസിക്കുന്നില്ല. അവർക്ക് ആ ഭരണകൂടത്തെ ഇഷ്ടമില്ല. എന്തുകൊണ്ട്? അത് ആക്രമിച്ച് പിടിച്ചെടുത്ത ഭൂമിയാണ്. ആ ഭൂമിയിൽ ഞങ്ങളെ കുട്ടികൾ പാർക്കൂല. ആര് പറയാണ്? ഓർത്തഡോക്സ് ജൂതന്മാർ. എല്ലാ ജൂതന്മാരും ഒരുപോലെ എന്ന് വിചാരിച്ച് എന്തുകൊണ്ട്? അതെ, ഓക്കെ, അതെന്തുകൊണ്ട്? അവർക്ക് എന്തുണ്ട്? ധർമ്മമുണ്ട്. എന്തുകൊണ്ട് എന്നാൽ സിയോണിസ്റ്റുകൾ അത് അംഗീകരിക്കില്ല. സിയോണിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു ധർമ്മ സംഹിതയിൽ വിശ്വാസം തന്നെ ഇല്ല. അവർ അടിസ്ഥാനപരമായി ജൂതന്മാരും അല്ല. അത് തനി നിരീശ്വരവാദമുള്ള, ലോകത്തെ ഏറ്റവും നിരീശ്വരവാദമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. പക്ഷെ ഒരു മതത്തിന്റെ പേരിലാണ് ഒരു നിലനിൽക്കുന്നത്. പക്ഷെ അവർക്ക് വിശ്വാസമില്ല. ഒരു നിയമപ്രമാണമുള്ള ജനത നിലനിൽക്കുന്നത് ഭൂമിയുടെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് അനിവാര്യതയാണ്. നമ്മൾ ബൈബിൾ തപ്പിയിട്ട് എവിടെയാണ് അതിൽ തെറ്റെന്ന് കണ്ടുപിടിക്കൽ നബി നമ്മളെ പഠിപ്പിച്ച രീതിയല്ല. ബൈബിളിൻ്റെ ആളുകളെ സംരക്ഷിക്കൽ നമ്മുടെ കടമയാണ്. നമ്മൾ സംരക്ഷിക്കൽ അവരെയും കടമയാണ്. മുസ്ലിമീങ്ങൾക്ക് നാർക്കോട്ടിക് ജിഹാദാണ്, മുസ്ലിമീങ്ങൾക്ക് ജൗ ജിഹാദാണ് എന്ന് പറയില്ല. അവരുടെയും തെറ്റാണ്. അതവർ ചെയ്യാൻ പാടില്ല. മതങ്ങൾ നിലനിൽക്കുന്നത് ധർമ്മം നിലനിൽക്കുന്നതിൻ്റെ അനിവാര്യതയുടെ ഭാഗമാണ്. കാരണം വിശ്വാസശാസ്ത്രങ്ങളിൽ, ആചാര അനുഷ്ഠാനങ്ങളിൽ മതങ്ങൾക്കൊക്കെ തമ്മിൽ വിഭിന്ന വീക്ഷണങ്ങളും വ്യത്യസ്ത രീതികളും ഉണ്ടെങ്കിൽ പോലും ധർമ്മം എന്ന അടിസ്ഥാനത്തിൽ മതങ്ങൾ ഒന്നിച്ചു നിൽക്കുക. മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്കണം. ബൈബിൾ അതൊരു ധർമ്മ സംഹിതയാണ്. രാമായണം അതൊരു ധർമ്മ സംഹിതയാണ്. മഹാഭാരതം അതൊരു ധർമ്മ സംഹിതയാണ്. എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്? എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്? എന്താണ് ഇതിഹാസ കഥകളുടെ ഔട്ട്പുട്ട്? എന്താണ് അതിൻ്റെ ലാഭം? മനസ്സിലായില്ലേ? വാട്ട് ഈസ് ദ എസൻസ് ഓഫ് മഹാഭാരതം? എന്താ അതിൻ്റെ എസൻസ്? അത് എസൻസ് നീതി നടപ്പിലാക്കണം, ധർമ്മം നടപ്പിലാക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്കണം. നമ്മളത് മനസ്സിലാക്കുന്നേ ഇല്ല. ഇപ്പം ഇത് പറയുമ്പോൾ പോലും മനുഷ്യൻ തെറ്റിദ്ധരിക്കണം. എന്താ ഇയാൾ ഈ പറയുന്നത്? ഭഗവത്ഗീതക്കെതിരെ നിരീശ്വരവാദികൾ ഒരു പ്രഭാഷണം നടത്തി. ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ ഗൗരവമായ ഒരു വിരുദ്ധമായ, ഭഗവത്ഗീതക്കെതിരെയുള്ള വിരുദ്ധമായ ഒരു പ്രഭാഷണത്തിന് ഈ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് നിരീശ്വരവാദികൾക്ക് ഞാൻ മറുപടി പറയുകയുണ്ടായി. ഇസ്ലാമിനെ മോശമാക്കി പറഞ്ഞ ഒരു മുസ്ലിം നാമധാരിയായ നിരീശ്വരവാദിക്ക് ഈ കഴിഞ്ഞ ആഴ്ച രാഹുൽ ഈശ്വർ മറുപടി പറയുകയുണ്ടായി. എന്താണ് ഇത് നമ്മൾക്ക് നൽകുന്ന സന്ദേശം? എന്തിനാണ് രാഹുൽ ഈശ്വർ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് ഖുർആൻ്റെയും ഇസ്ലാമിൻ്റെയും പക്ഷത്ത് രാഹുൽ ഈശ്വർ സംസാരിച്ചു? എന്തിനാണ് ഭഗവത്ഗീതയുടെ പക്ഷത്ത് ഞാൻ സംസാരിച്ചത്? എന്താണ് എൻ്റെ മെസ്സേജ്? ഇതിവിടെ നിലനിൽക്കൽ ആവശ്യമാണ്. എന്ത് നിലനിൽക്കാൻ? ധർമ്മം നിലനിൽക്കാൻ. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇത് നിങ്ങൾ ചിന്തിക്കണം. വ്യഭിചരിച്ചവനെ 100 അടി അടിക്കണം, അല്ലെങ്കിൽ എറിഞ്ഞൊല്ലണം. അല്ലേ? രണ്ടിൻ്റെ നിയമം അനുസരിച്ചുണ്ട്. 100 അടി അടിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? പറയും മനുഷ്യന്മാരെ? ഇല്ല. അപ്പൊ വ്യഭിചരിച്ചവനെ 100 അടി അടിക്കണം എന്ന കാര്യത്തിൽ മുസ്ലിം പക്ഷത്ത് ഒരു തർക്കവും ഇല്ല. ഷിർക്ക് ചെയ്തവനോ ഒരു രോമം വെട്ടണം എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണോ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്ത? ഷിർക്കോ ഏറ്റവും വലിയ തെറ്റുമാണ്. അത് സൊസൈറ്റിയോടുള്ള തെറ്റല്ല. മനസ്സിലായില്ലേ? ഓൺ ഹിസ് ഗോഡ്. അയാളും അയാളുടെ ദൈവവും തമ്മിലുള്ള പ്രശ്നമാണ്. അയാളും സൊസൈറ്റിയും, മനസ്സിലായില്ലേ പറഞ്ഞത്? അയാളും അയാളുടെ നൈബറും തമ്മിലുള്ള പ്രശ്നം പോലുമല്ല. അയാളും അയാളുടെ അയൽക്കാരും തമ്മിലുള്ള പ്രശ്നമാണോ അയാൾ ഷിർക്ക് ചെയ്യുന്നത്? പറയടൂ, ആണോ? അല്ല. അയാളും അയാളുടെ അയൽക്കാരനും തമ്മിലുള്ള പ്രശ്നം പോലും അല്ല അയാൾ ഷിർക്ക് ചെയ്യുന്നത്. അത് അയാളും അയാളുടെ ഗോഡും പടച്ചോനും തമ്മിലുള്ള പ്രശ്നമാണ്. അത് പടച്ചോൻ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ ചെയ്യൂല. അത് പടച്ചോന്റെ ഇഷ്ടമാണ്. മനസ്സിലായി? അത് സമൂഹത്തെ ബാധിക്കണം പ്രശ്നേ അല്ല. മനുഷ്യൻ ഏറ്റവും ഗൗരവമായി അവൻ്റെ സാമൂഹിക ബന്ധങ്ങൾ കാണേണ്ടത് അവൻ്റെ സാമൂഹിക ധർമ്മത്തെ തകർക്കുന്ന കാര്യങ്ങളിൽ ഉള്ള ആൾ.
ആളുകളെയാണ്. ഒന്നിരിക്കൽ ധർമ്മസംഹിത അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ പേരിന് ധർമ്മസംഹിത അംഗീകരിക്കും, പക്ഷെ ആ ധർമ്മസംഹിതയും അവൻ്റെ ജീവിത രീതിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾ നിങ്ങളെ അയൽക്കാരൻ്റെ വീട്ടിൽ പോയി എന്തൊരു കാര്യം സംസാരിക്കാം. നിങ്ങളുടെ ഒരു അയൽക്കാരനായ അന്യമതസ്ഥൻ്റെ വീട്ടിൽ നിങ്ങൾ പോയി അതിരാവിലെ സംസാരിക്കാൻ ചെന്നു. അപ്പോൾ അയാളുടെ സെർവൻ്റ് വന്നു, എൻ്റെ കക്ക എന്തേ വന്നെന്ന് വെച്ചു. അപ്പോൾ അയാൾ പിന്നെ ഞാൻ മുതലാളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, മുതലാളി പൂജാമുറിയിലാണ്, ഇപ്പം ഇറങ്ങൂലെന്ന് ചോദിച്ചു. ഇല്ല, കുറച്ച് സമയം കഴിയും, ഓരോ ദൈവങ്ങൾക്കും ആരാധിച്ച് കഴിയുമ്പോഴത്തേന് ഒരു 9 മണിയായിട്ട് ഇറങ്ങുള്ളൂ. 1 മണിക്കൂറെങ്കിലും എടുക്കും. 8 മണിക്ക് ചെന്നു 9 മണിയോ, അല്ലെങ്കിൽ 7 മണിക്ക് ചെന്നു 8 മണി, 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? അല്ല, വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോ? പറയടോ, പ്രശ്നമുണ്ടോ? ഇല്ല. അയാളവിടെ നിങ്ങൾ സിറ്റ് ഔട്ടിലിരിക്കും, 2-3 പത്രം അവിടെ പുറത്തുണ്ട്. അയാൾ ചിലപ്പോൾ രാഷ്ട്രീയ നേതാവായിരിക്കും, ദൈവവിശ്വാസിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. എടോ, മനസ്സിലാവില്ല പറഞ്ഞത്? നിങ്ങൾ എന്താ ചിന്തിക്കാട്ട്? നിങ്ങൾ 1 മണിക്കൂർ നേരം പത്രങ്ങളും വായിച്ച് അവിടെ ഇരിക്കും. ഇനിയിപ്പോൾ പോയി വരാൻ നേരമല്ല, അയാൾ പൂജാമുറി ഇറങ്ങട്ടെ. അയാൾക്ക് ചുരുങ്ങിയത് 3 വിഗ്രഹങ്ങളെങ്കിലും ആരാധിച്ചിട്ട് ഇറങ്ങുമോ? അതിന് നിനക്കെന്താ പ്രശ്നം? അതേ സമയത്ത് നിങ്ങൾ അയാളെ വീട്ടിൽ വന്നു. അപ്പം എന്നെ മുതലാളിനെ കാണാൻ വന്നതാണ്. അപ്പോൾ പരിചാരകൻ പറഞ്ഞു, ഇല്ല, മുതലാളി വ്യഭിചാരത്തിലാണ്, നിങ്ങൾ നാളെ വരുന്നു. നിങ്ങളത് കേട്ടുക്കോ, കരടെ കുറ്റി കൊടുക്കും, ഓനെ തന്നെ കൊടുക്കൂലേ? പറയണ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. ആരോട്? അള്ളാഹുവിനോട്. വ്യഭിചാരം ഏറ്റവും വലിയ അക്രമമാണ്. നിന്നോട്, പടച്ചവനോട് അക്രമം ചെയ്തിട്ട് നിനക്കെന്താ നഷ്ടം? വിഗ്രഹങ്ങൾ അനവധി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങൾ മുസ്ലിങ്ങൾ കെട്ടിക്കൊടുത്തു. ആർക്ക്? അതിൻ്റെ വിശ്വാസികൾക്ക് മുസ്ലിം രാജ്യങ്ങളിൽ. ഒക്കെ പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട്? അവരാ രാജ്യത്തിൻ്റെ ഭാഗമാണ്. അവരെ വിശ്വാസത്തിന് അവർക്ക് ഒരുമിച്ച് കൂടാനും ആരാധിക്കാനുള്ള സൗകര്യം ആ രാജ്യത്ത് ഉണ്ടാക്കേണ്ട ഭരണാധികാരി ഉത്തരവാദിത്ത ഭരണാധികാരിയോ മുത്തഖയായ മുസ്ലിമാണ്. അത് മാത്രമല്ല കുട്ടി, എല്ലാവരും ചരിത്രങ്ങൾ അനവധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത കത്ത് ഇന്ന് ലോകത്തുണ്ട്. എന്തിന്? ചില ശിർക്ക് ചെയ്യുന്ന ആരാധനാലയങ്ങൾക്ക് വേണ്ടി കത്ത് കൊടുത്തു നബി. എന്ത്? ശിർക്ക് ചെയ്യുന്ന ആരാധനാലയങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ സംരക്ഷണം ഉണ്ടാവും, നിങ്ങൾ ഒരു പേടി പേടിക്കണം. ഞാൻ മാത്രമല്ല, ലോകാവസാനം വരെ എൻ്റെ സമുദായം നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ആര് കൊടുത്ത കത്ത്? റസൂൽ കൊടുത്ത കത്ത്. അതിനർത്ഥം ശിർക്ക് നബി അംഗീകരിച്ചു എന്നല്ല, അത് അവരുടെ വിശ്വാസമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അവർക്ക് ദൈവം ഒന്നാണെന്നല്ല തോന്നുന്നത്, അവർക്ക് വിവിധങ്ങളായ ദൈവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അത് അവരുടെ അബദ്ധജടിലമായ ധാരണയാണ്. എന്നാലും അത് അവരുടെ ഭാഷയിൽ ഒരു നന്മയാണ്. ശിർക്കിന്റെ സ്ഥാപനങ്ങളിൽ ലോകത്തെ ഏതെങ്കിലും ഒരു വ്യഭിചാരശാലയ്ക്ക് നബി കത്തുകൊടുത്തിട്ടുണ്ടോ? ലോകത്തെ ഏതെങ്കിലും മദ്യശാലയ്ക്ക് നബി കത്തുകൊടുത്തിട്ടുണ്ടോ? സംരക്ഷിച്ചു തരാം. യേശു ക്രിസ്തു കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പലിശ സ്ഥാപനത്തിന് മുഹമ്മദ് മുസ്തഫ കത്തുകൊടുത്തിട്ടുണ്ടോ? ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ജെറൂസലേമിൻ്റെ അധികാരം, പ്രബോധന അധികാരം ദൈവം ആരെ ഏൽപ്പിച്ചു? ബൈബിളാണ് ഞാൻ വായിക്കുന്നത്. ദൈവം ജീസസ് ഓഫ് നസറത്തിനെ ഏൽപ്പിച്ചു. മനസ്സിലായോ പറഞ്ഞത്? ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ റോമക്കാരും ഹെലനിസ്റ്റിക് ജൂതന്മാരും കൂടി കൊലപ്പെടുത്തി ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ. ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്നാൽ നമ്മൾ പറയുന്ന ആര്? യഹ്യ. റോമക്കാരും ഹെലനിസ്റ്റിക് ജൂതന്മാരും കൂടി കൊലപ്പെടുത്തി ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ, അതായത് സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം. അതിനുശേഷം പിന്നെ ജെറൂസലേമിലെ പ്രബോധന അധികാരം സമ്പൂർണ്ണമായി ആരുടെ കൈകളിലാണ്? ജീസസ് ഓഫ് നസറത്തിന്റെ കൈകളിലാണ്. സയ്യിദുനാ ഈസ. മനസ്സിലാണ്ട് പറഞ്ഞത്? അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈ. എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറഞ്ഞത്.
ജീസസ് ഓഫ് നസറേത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവര് ജെറൂസലേമിൽ പ്രബോധന അധികാരം ഏറ്റെടുത്ത ഉടനെ എന്താ ചെയ്ത്? ചാട്ടവാറും കൊണ്ട് വന്നു. എങ്ങോട്ട്? ഖുദ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയത്തിലേക്ക് വന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു, ചാട്ടവാറും കൊണ്ട്. എന്നിട്ട് അവിടെ കൂടിയ പലിശ പ്രമാണിമാരെ മുഴുവനും ചാട്ടവാറടിച്ചു. മനസ്സിലാണ്ട് പറഞ്ഞത്? അവരിൽ പലരും ഷിർക്ക് ചെയ്യുന്നവരാണ്. അവരെല്ലാം ചാട്ടവറടിച്ച്. ആ നാടന്ന് ഷിർക്കിൽ അധിഷ്ഠിതാണ്. ആരെ ചാട്ടവറടിച്ച് പറയാ? ആരെ ചാട്ടവറടിച്ചു? പലിശക്കാരെ ചാട്ടവറടിച്ചു. നിങ്ങൾ പലപ്പോഴും ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ? യേശു ക്രിസ്തു ചാട്ടവാറടിച്ചു. ആരെ? പലിശക്കാരെ. എന്തുകൊണ്ട്? പലിശ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക തിന്മയാണ്. പലിശ അംഗീകരിക്കുന്ന ഒരു മതേത? ഹിന്ദുമതം പലിശ അംഗീകരിക്കൂല, വ്യഭിചാരം അംഗീകരിക്കൂല, മദ്യപാനം അംഗീകരിക്കുന്ന, അന്യന്റെ പെണ്ണിനെ നോക്കൽ അംഗീകരിക്കൂല, അന്യന്റെ മുതൽ അപഹരിക്കാൻ അംഗീകരിക്കൂല, കൈക്കൂലി വാങ്ങൽ അംഗീകരിക്കൂല, കൈക്കൂലി കൊടുക്കൽ അംഗീകരിക്കൂല, സ്വജന പക്ഷപാതം അംഗീകരിക്കൂല, നീതികേട് ഭരണാധികാരി ചെയ്യുന്നത് അംഗീകരിക്കൂല. എന്തംഗീകരിക്കൂല? ഹിന്ദുമതം അംഗീകരിക്കൂല. മനസ്സിലായില്ലേ? സ്വന്തം തൊടയുടെ മാംസം മുറിച്ച് നീതിക്ക് വേണ്ടി സ്വന്തം തൊടയിലെ മാംസം മുറിച്ചെടുത്ത് മലവേടന കൊടുത്ത രാജാവിൻ്റെ കഥയുള്ള ചരിത്രമുള്ളതാണ് ഏത്? ഹിന്ദുമതം. എന്തുകൊണ്ട്? ഒരനീതി മതം അംഗീകരിക്കൂല. ഹിന്ദുമതം അനീതി അംഗീകരിക്കൂല. ഹിന്ദുമതം, മനസ്സിലായില്ലേ? ഇസ്ലാം മതം അനീതി അംഗീകരിക്കൂല. അനീതി, മദ്യപാനം, അനീതി. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മദ്യപാനം, അനീതി, വ്യഭിചാരം, മോഷണം തുടങ്ങിയ അധർമ്മം, കൈക്കൂലി, സ്വജനപക്ഷപാതം, ഇതൊന്നും ക്രിസ്തുമതം അംഗീകരിക്കൂല, ജൂതമതം അംഗീകരിക്കൂല, സ്വരാഷ്ട്രീയ മതം അംഗീകരിക്കൂല, ബുദ്ധമതം അംഗീകരിക്കൂല, ജൈനമതം അംഗീകരിക്കൂല, ഇസ്ലാം മതം അംഗീകരിക്കൂല. മനസ്സിലായോ? എന്തുകൊണ്ട്? അത് സാമൂഹിക തിന്മകളാണ്. അത് വന്നാൽ സമൂഹത്തിൻ്റെ ഇവിടുത്തെ സൊസൈറ്റികളുടെ, സമൂഹത്തിൻ്റെ സ്റ്റെബിലിറ്റി, അവർക്ക് സുഗമമായ ഒരു നിലനിൽപ്പ് അവതാളത്തിലാവും. ഷിർക്ക് പടച്ചോനോട് പ്രശ്നം. ചിലപ്പോൾ പ്രശ്നം ശിക്ഷ ഇറക്കാം ദുനിയാവിൽ, അല്ലെങ്കിൽ ഇറക്കൂല. ഈ ശിക്ഷിക്കുന്ന വിഷയമല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് ചിന്തിക്കണം. എന്നാൽ ഇതെന്തുകൊണ്ട് അംഗീകരിക്കൂല? അവർക്കൊരു നിയമപ്രമാണമുണ്ട്. ഹിന്ദുവിനൊരു നിയമപ്രമാണമുണ്ട്, അത് വ്യഭിചാരം അംഗീകരിക്കൂല. ക്രിസ്ത്യാനിക്ക് ഒരു നിയമപ്രമാണമുണ്ട്, ആ നിയമപ്രമാണം വ്യഭിചാരം അംഗീകരിക്കൂല, കൈക്കൂലി അംഗീകരിക്കൂല, മദ്യപാനം അംഗീകരിക്കൂല, ഇതൊന്നും അംഗീകരിക്കൂല. അത് ജൂതനുണ്ട്. എല്ലാ ജൂതന്മാരും കൂടെ എന്തല്ല? നോക്ക്, എല്ലാ ജൂതന്മാരും കൂടെ എന്തല്ല? സിയോണിസ്റ്റുകളല്ല. ഓർത്തഡോക്സ് ജൂതന്മാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവർ, അതായത് 1948 മെയ് 14 ഇസ്രായേൽ സ്ഥാപിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോയി. ഇപ്പോൾ ഓർത്തഡോക്സ് ജൂതന്മാരിൽ വലിയൊരു ശതമാനം 3/4 നൂറ്റാണ്ട് കാലമായിട്ട് അവിടെ താമസിക്കുന്നില്ല. അവർക്ക് ആ ഭരണകൂടത്തെ ഇഷ്ടമില്ല. എന്തുകൊണ്ട്? അത് ആക്രമിച്ച് പിടിച്ചെടുത്ത ഭൂമിയാണ്. ആ ഭൂമിയിൽ ഞങ്ങളെ കുട്ടികൾ പാർക്കൂല. ആര് പറയാണ്? ഓർത്തഡോക്സ് ജൂതന്മാർ. എല്ലാ ജൂതന്മാരും ഒരുപോലെ എന്നാണ് വിചാരിച്ച്? എന്തുകൊണ്ട്? അതെ, ഓക്കെ, അതെന്തുകൊണ്ട്? അവർക്ക് എന്തുണ്ട്? ധർമ്മമുണ്ട്. എന്തുകൊണ്ട്? എന്നാൽ സിയോണിസ്റ്റുകൾ അത് അംഗീകരിക്കൂല. സിയോണിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു ധർമ്മ സംഹിതയിൽ വിശ്വാസം തന്നെ ഇല്ല. അവർ അടിസ്ഥാനപരമായി ജൂതന്മാരുമല്ല. അത് തനി നിരീശ്വരവാദമുള്ള, ലോകത്തെ ഏറ്റവും നിരീശ്വരവാദമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. പക്ഷെ ഒരു മതത്തിൻ്റെ പേരിലാണ് ഒരു നിലനിൽക്കുന്നത്. പക്ഷെ അവർക്ക് വിശ്വാസമില്ല. ഒരു നിയമപ്രമാണമുള്ള ജനത നിലനിൽക്കുന്നത് ഭൂമിയുടെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് അനിവാര്യതയാണ്. നമ്മൾ ബൈബിൾ തപ്പിയിട്ട് എവിടെയാണ് അതിൽ തെറ്റെന്ന് കണ്ടുപിടിക്കൽ നബി നമ്മളെ പഠിപ്പിച്ച രീതിയല്ല. ബൈബിളിൻ്റെ ആളുകളെ സംരക്ഷിക്കൽ നമ്മളെ കടമയാണ്. നമ്മൾ സംരക്ഷിക്കൽ അവരെയും കടമയാണ്. മുസ്ലിമീങ്ങൾക്ക് നാർക്കോട്ടിക് ജിഹാദാണ്, മുസ്ലിമീങ്ങൾക്ക് ജൗ ജിഹാദാണ് എന്ന് പറയില്ല, അവരുടെയും തെറ്റാണ്. അതവർ ചെയ്യാൻ പാടില്ല.
മനസ്സിലായി? നൂറുകണക്കിന് ആയിരക്കണക്കായ വർഷങ്ങൾ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. മനസ്സിലാവുണ്ടോ? ചിന്തിക്ക്, മുസ്ലിങ്ങൾ ചിന്തിക്കണം. ലോക ചരിത്രത്തിലെ പല യുദ്ധങ്ങളും അങ്ങനെ പലതും മുസ്ലിങ്ങൾ എപ്പോഴെല്ലാം ബൈസന്റൈൻ ഭരണകൂടത്തിനെതിരെ, എംപയറിനെതിരെ മുസ്ലിങ്ങൾ പടപ്പുറപ്പാട് നടത്തിയപ്പോൾ ആ സൈന്യത്തിലെ വലിയൊരു ശതമാനം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. AD 7-ാം നൂറ്റാണ്ടിൽ AD 8-ാം നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിലാണ് ബൈസന്റൈൻ റോമൻ എംപയറിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ മുസ്ലിം ജനത നൽകുന്നത്. അതിന് ആ ജനങ്ങൾ സിറിയയിലെയും ലെബനാനിലെയും ഇറാഖിലെയും ഒക്കെ ക്രിസ്ത്യാനികൾ കൂടെ നിന്നുകൊടുത്തു. എന്നിട്ട് അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചു. ഈ രാജ്യങ്ങൾ അവർ വരുമ്പോൾ ആരുടെ കയ്യിലാണ്? ബൈസന്റൈൻ റോമക്കാരുടെ കയ്യിലാണ്. അവരെത്രയുള്ളത്? 80%. 80% ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുള്ള രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഭരണാധികാരികളായി. 20% മുസ്ലിമീങ്ങൾ ഭരിക്കുക, 80% ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ അവരെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? മുസ്ലിങ്ങൾ മദീനയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇവരെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ബൈസന്റൈൻ റോമക്കാര്. അവരാരാ? ക്രിസ്ത്യാനികള്. ഇവരാരാ? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികള്. എന്നിട്ട് മുസ്ലിങ്ങളെ ക്ഷണിച്ചു വരുത്തി മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ യുദ്ധം ചെയ്തു. ആർക്കെതിരെ? ബൈസന്റൈൻ റോമക്കാർക്കെതിരെ. എന്തുകൊണ്ട്? ബൈസന്റൈൻ റോമക്കാർ ധർമ്മം പേരിനെ അംഗീകരിക്കുള്ളൂ, യഥാർത്ഥത്തിൽ അംഗീകരിക്കൂല. എന്നിട്ട് അധികാരം മുസ്ലിങ്ങളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഭരിച്ചു. ഭൂരിപക്ഷത്തിൽ മഹാഭൂരിപക്ഷം ആരാണ്? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ ഒപ്പം നിന്ന് കൊടുത്തു. എന്തുകൊണ്ട്? ഇവർക്ക് ധർമ്മമുണ്ട്. എന്താണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാത്തത്? ഓരോ മതങ്ങളും മറ്റൊരു മതത്തെ പ്രൊട്ടക്ട് ചെയ്തതാണ് ആയിരക്കണക്കായ മതങ്ങളുടെ ചരിത്രം. അവിടെയാണ് സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ഭീമമായ തെറ്റിനെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അത് തെറ്റാണ്, അത് തെറ്റാണ്. എന്തുകൊണ്ട്? അത് മുഹമ്മദീയ രീതിയല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതഗ്രന്ഥങ്ങളിലെ തെറ്റുകൾ ചിക്കിക്കുത്തി പരിശോധിക്കുക എന്നത് മുഹമ്മദീയ രീതിയല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാവേണ്ട പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ റഹ്മത്തുല്ലിൽ ആലമീനായി ഇവിടെ വന്ന് മരണപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിലെ ധർമ്മസംഹിതയുടെ സംസ്ഥാപന്മാരിൽ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫയാണ്. അതൊരു വിശ്വാസം എന്ന നിലയിൽ മാത്രമല്ല ഞാൻ പറയണത്, അത് പഠിച്ചു പറയണം. പണ്ട് പറയുന്ന വേറെന്നല്ല ഇപ്പോൾ പറയുന്നത്, ഇത് ഞാൻ പഠിച്ചു പറയും. AD 570 ജനിച്ചു, AD 632 വഫാത്തായി മുഹമ്മദ് മുസ്തഫ. മനസ്സിലാവേണ്ട പറഞ്ഞത്. അന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ മതം ഹിന്ദു മതമാണ്. ലോകത്ത് മുഴുവനും ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച ഈ മനുഷ്യൻ ഏതെങ്കിലും ഒരു ഹിന്ദു ജനതയോട് യുദ്ധം ചെയ്തതായ ചരിത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും? ലോകത്ത് ഏറ്റവും കൂടുതലുള്ള സമൂഹം ഹിന്ദുക്കളാണ് എന്ന കണക്ക് നബിക്ക് അറിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? അപ്പൊ എന്താ പ്രശ്നം മനസ്സിലാക്കണില്ല? പ്രശ്നം മനസ്സിലാക്കി കൊടുക്കാൻ ജനങ്ങൾക്ക് പ്രബോധനം നടത്തി കൊടുക്കുന്ന ആളുകൾക്കൊട്ട് കഴിയണോ ഇല്ല. അപ്പൊ മക്കക്കാരോട് നബി യുദ്ധം ചെയ്തു. എന്തുകൊണ്ട്? എന്താ പ്രശ്നം? മക്കക്കാർ ശിർക്ക് ചെയ്തു എന്നതല്ല പ്രശ്നം. അത് അവരുടെ മനസ്സിലെ ഇൻഡിവിജ്വലായ ക്രൈമാണ്, ഒരു സോഷ്യൽ ക്രൈമേ അല്ല. ഒരു സോഷ്യൽ ക്രൈം ഒരു നബി അംഗീകരിക്കൂല. ഒരു സോഷ്യൽ ക്രൈം ഒരു നബി അംഗീകരിക്കില്ല. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് പഠിക്കണില്ല. മക്കക്കാരോട് യുദ്ധം ചെയ്തു. ഓ, എന്താ പ്രശ്നം? പ്രശ്നം രണ്ടാണ്. ഒന്ന്, മക്കക്കാർ ഒരു ധർമ്മവും അംഗീകരിക്കില്ല എന്നുള്ള പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
ഇവർക്കിരുട്ടേ പ്രിയമിത്രം ഊതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ. വള്ളത്തോളിൻ്റെ കവിതയാണ്. ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ. അവരാരായി? നിരീശ്വരവാദികളായി. ഒമായുഹലിക്കുന ഇല്ലട്ട്, കാലത്തിന് ഞങ്ങളിൽ സ്വാധീനമുള്ളൂ, ദൈവത്തിന് സ്വാധീനമില്ല. കുറുമ്പു മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും താൻ, ഈ നിങ്ങൾ കൂക്കും കല്ലല്ല മരമല്ലല്ലാഹു സർവാധിപശക്തനേകൻ. ഇവർക്കിരുട്ടേ പ്രിയമിത്രമൂതി കെടുക്കയായി കൈത്തിരി കൊണ്ടുചെന്നാൽ മിന്നാമിനങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ. ഇത് വള്ളത്തോളിൻ്റെ കവിതയാണ്. നബിയെ പ്രശംസിച്ച് എഴുതിയതാണ്. മക്കക്കാരെ വിമർശിച്ചു. മക്കക്കാരെ പ്രശ്നം എന്താണ്? അവർ ഒരു ധർമ്മസംഹിതയും അംഗീകരിക്കില്ല. എന്തല്ല അവരെ ക്രൈം? നബി അവരോട് എതിർക്കാനുള്ള ക്രൈം എന്തല്ല? വിഡ്ഢികളെ, എന്തല്ല? ശിർക്കല്ല. അല്ല, മദീനത്ത് വന്നിട്ട് ഈ അവിടുത്തെ ശിർക്കിൻ്റെ സമൂഹങ്ങളുമായിട്ട് സന്തോഷമായി ഒപ്പിട്ട് സന്തോഷമായി കഴിഞ്ഞുകൂടാണ്. ഇത് അവിടുത്തെ ശിർക്ക് പറ്റുന്നു, ഇവിടുത്തെ ശിർക്ക് പറ്റൂലെന്നും. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ആധുനിക ബോധകന്മാർ പരാജയപ്പെട്ടു. അതാണ് ഇന്ന് മതങ്ങൾക്കിടയിലുള്ള സ്പർദ്ധകൾ ഉടലെടുക്കാൻ അടിസ്ഥാന കാരണം. ഇതിവിടെ ഉള്ളിയും കുടുംബർ കളിക്കറിയും മമ്പർത്ത തങ്ങക്കറിയും. നമുക്ക് അറിവുണ്ടാവല്ലേത് അറിവില്ലാതാകണം. എവിടെയാണ് അടിസ്ഥാന ക്രൈം എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മക്കാരുടെ പ്രശ്നം എന്താണ്? അവരൊരു നന്മ അംഗീകരിക്കില്ല, ഒന്നും അംഗീകരിക്കില്ല. ഒരാളെ റേപ്പ് ചെയ്താൽ അവർക്ക് പ്രശ്നമില്ല, ഒരാളെ സമ്പത്ത് അപകരിച്ചാൽ അവർക്ക് പ്രശ്നമില്ല, ഒരു യത്തീം കുട്ടിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു അനാഥ ബാലനെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി ഇപ്പം രാവിലെ വീടുകളിലൊക്കെ ചായ ഉണ്ടാക്കുന്ന ഇവിടെ ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന വീട് ഗോപാലൻ്റെ വീടാണെന്ന് സങ്കല്പിക്കും. ആ വീട്ടിൽ കയറി എന്തേ ഒരു അനാഥ ബാല്യം കിട്ടി റോട്ടിൽ നിന്ന്. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, ഹോട്ടലോട് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അമ്മ എന്താ പറയുക? ആ വീട്ടിലെ അമ്മ എന്താ പറയുക? അതെന്താ സന്തോഷമല്ലേ? നിങ്ങൾ ഇവിടെ ഇരുത്തിക്കോളൂ, ഞങ്ങൾ ഭക്ഷണം കൊടുത്തോളൂ. പിന്നെ എവിടെ വെച്ചെങ്കിൽ നിങ്ങൾ പോയി അതിനെ എവിടെ പാർപ്പിക്കേണ്ടത് എന്നുള്ള ഇടമൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് വന്നോളൂ. അതുവരെ ഒരാഴ്ചയോ 4 ദിവസം എന്താ വേണ്ടത് ഇവിടെ കഴിഞ്ഞോട്ടെ. ഇത് പറയാത്തൊരു ഹിന്ദുവിൻ്റെ വീട് ഇവിടെ ഇടയുള്ളത് പറയടൂ. ഇത് പറയാത്തൊരു ക്രിസ്ത്യാനിയുടെ വീട് ഏതാണ്? ഇനി ഇപ്പുറത്തേക്ക് ആയത്തെടുക്ക്. എന്താ മക്കാരെ ക്രൈമും പഠിക്ക്. ഇങ്ങനത്തെ ഒരു ഹിന്ദു ആരവിടെ ഉള്ളത്? ഇങ്ങനത്തെ ഒരു ക്രിസ്ത്യാനി ആരവിടെ ഉള്ളത്? അത് സോഷ്യൽ ക്രൈമാണ്. ഒരു അനാഥനെ സംരക്ഷിക്കാതിരിക്കൽ ഒരു സോഷ്യൽ ക്രൈമാണ്, അത് ക്രൈമാണ്. ഷിർക്കിനോ തങ്ങൾ ഷിർക്കിൻ്റെ ദേവാലയങ്ങൾ കെട്ടിപ്പണിതപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് കൊടുത്ത കത്ത് ഇന്ന് ലോകത്തുണ്ട്. 1400 കൊല്ലം കഴിഞ്ഞ് ഇന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഷിർക്ക് നബി അംഗീകരിച്ചു എന്നല്ല. പകരം അത് ചെയ്യുന്നൊരു സമൂഹം അതൊരു നന്മയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അത് അവരെ പഠിച്ചെന്നുള്ള പ്രശ്നമാണ്. അത് മറ്റൊരാൾക്ക് പ്രശ്നമാകാതിരുന്നാൽ മതി. അള്ളാഹുവിനെ അംഗീകരിക്കാൻ ഞങ്ങളിവിടെ സമ്മതിക്കൂല എന്ന് പറയാതിരുന്നാൽ മതി. ഹജ്ജിന് പോകാൻ പറ്റൂല എന്ന് പറയാതിരുന്നാൽ മതി. ഹജ്ജിന് പോകാൻ പറ്റൂല എന്ന് പറയുമ്പോഴത്തെ കുറ്റം തന്നെയാണോ ശബരിമലക്ക് പോകാൻ പറ്റൂല എന്ന് പറയുന്നു? എന്താണ് വ്യത്യാസം? നിങ്ങൾക്ക് വ്യത്യാസമാണെങ്കിൽ എനിക്ക് ഒന്ന് തന്നെയാണ്. ഞങ്ങൾ എന്ത് പേരാണോ എനിക്കെന്താ? ഹജ്ജിന് പോകാൻ പാടില്ല എന്ന് പറയുന്നത് കുറ്റമെങ്കിൽ പറ അത് കുറ്റാണെങ്കിൽ ശബരിമലക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന കുറ്റം തന്നെയാണ്. എന്തുകൊണ്ട്? അതൊരു നാട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം. നിനക്ക് ഹജ്ജ് പോലെ തന്നെയാണ് ഓന് ശബരിമല. ഇതിനെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം ചെയ്ത് കൊടുക്കണം. അക്കാലത്തെ ആ ഷിർക്കിൻ്റെ ആരാധനാലയങ്ങളിലൊക്കെ സാലിയായ മുത്തക്കിയായ ഷിർക്കാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് നബി കത്ത് കൊടുത്തത്. അതാണോ എൻ്റെ പുതിയ കണ്ടുപിടുത്തം?
മനസ്സിലാവേണ്ട പറഞ്ഞത്. മക്കാര് പഠിക്കണം. മക്കാര് പ്രശ്നമില്ല. മക്കാർ ഒരു ധർമ്മവും അംഗീകരിക്കൂല. പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിൽ അവർക്കൊരു മനസ്താപവും ഇല്ല. ഷിർക്കീതല്ല, ഷിർക്കീത് കാലത്ത് നടക്കാത്തത്. അത് ചെറുതല്ല, പക്ഷെ അത് ആരോടാണ്? ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നിന്റെ പെൺകുട്ടിയെ നീ ജീവനോടെ കുഴിച്ചു മൂടലൊടുക്കട്ടെ. ഒരു പെൺകുട്ടിയെ നീ വാടിയെടുത്തിട്ട് അടിക്കാന്നല്ല. അപ്പുറത്തെ വീട്ടുകാർ യശോദയടുത്തെയും മക്കളും ഒരടി നോക്കിക്കും, രണ്ടാമത്തെ അടിയും ശ്രമിക്കും. പിന്നെ അടിക്കണമെങ്കിൽ ഓടി വരുമല്ലേ. കുഴിച്ചുവിടണമെന്നില്ല. എന്ത് പറയടോ? ജീവനോടെ കുഴിച്ചുവിടൊന്നുമില്ല, ഇതൊന്നുമില്ല. ഈ എന്തേ ചെയ്യുന്നുള്ളൂ? നിന്റെ സ്വന്തം മകളെ ഈ അടിക്കണം. ഒരടി രണ്ടടി. ആ ഒരടി തന്നെ വലിയ വടിയാണെങ്കിൽ അപ്പത്തിന് അവിടുന്ന് എടുത്തി പാഞ്ഞു വന്നു. യശോദ എന്തേ മമ്മക്ക് അങ്ങനെ എൻ്റെ പിരാന്ത ചെറിയ കുട്ടികളെ അടിക്കണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഒരു പറയാൻ കാരണം എന്താ? അവരുടെ ഉള്ളിൽ ഒരു ധർമ്മസംഹിത വർക്ക് ചെയ്യുന്നുണ്ട്. ആണോ അല്ലേ? അപ്പൊ പിന്നെ മക്കാര്യം ഇവിടുത്തെ ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥയും ഒരുപോലെ നോക്കിക്കണ്ട എങ്ങനെയാ? അവിടെ ധർമ്മസംഹിതയും വർക്ക് ചെയ്യുന്നേ ഇല്ല, ഒന്നുമില്ല. ഒരു യതീം കുട്ടിയെ, ഒരു അനാഥയെ കിട്ടിയാൽ നമുക്കിനെ സംരക്ഷിക്കാലോ. ഒരു അനാഥയെ കിട്ടിയാൽ, ഒരു അനാഥക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു സന്തോഷമായി കാണുന്ന കോടിക്കണക്കായ ഹിന്ദുക്കളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് അനാഥൻ ദുശകുന. മനസ്സിലോടെ പറഞ്ഞു. ഒരു അനാഥനെ കണ്ടാൽ പറയേ അതൊരു ദുശകുനമായി, അന്നത്തെ ദിവസം ദുശകുനായിട്ട് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിയമസംഹിത, ആ നിയമസംഹിതയുള്ള സൊസൈറ്റി നിലനിൽക്കുക എന്നുള്ളത് അത് എന്തിന്റെ പേരിലാണെങ്കിലും അതൊരു നന്മയാണ്. വ്യഭിചരിച്ചവനെ 100 അടി അടിക്കണം. ശിർക്ക് ചെയ്തവനെ എത്ര അടി അടിക്കണം? ശിർക്ക് ചെയ്യുന്നതിന് മേലിൽ അവൻ്റെ രോമത്തിന്റെ മുകൾ ഭാഗത്ത് വെട്ടണം എന്നല്ല ആയത്ത് എനിക്ക് ഇത്. രോമം ഫുള്ളല്ല, സൈഡെങ്കിലും വെട്ടണം. വ്യഭിചരിച്ചവനെ 100 അടി അടിക്കണം. കള്ളടിച്ചവനെ 80 അടി അടിക്കണം. 80 അടി. നബിയുടെ കാലത്ത് 40 അടി, ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്തായപ്പോൾ 80 അടിയാക്കി. ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞാൽ ഇത് നമ്മളെ ഭാഗം തന്നെയാണ്. യഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹു. 80 അടിയാണ്. എന്ത്? കള്ളടിച്ചാൽ. ശിർക്ക് ചെയ്താലോ? ശിർക്ക് ചെയ്യാൻ അയൽവാസി സമ്മതിക്കുന്നില്ലെങ്കിൽ ഖലീഫിൻ്റെ അടുത്ത് കേസ് കൊടുക്കാം. എനിക്ക് എൻ്റെ ദൈവങ്ങളെ നേരം വൃത്തൽ ആരാധിക്കണം, ഇനി അയൽവാസി ആരും മുസ്ലിം സമ്മതിക്കൂല ഇല്ല എന്ന് പറഞ്ഞാൽ ഈ അയൽവാസി അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ആര്? ഇസ്ലാമിൻ്റെ ഖലീഫ. എൻ്റെ അത് അവനും അവൻ്റെ പടച്ചോനുള്ള പ്രശ്നം. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. നീ ഇതിനെ നേരെ നമ്മളെ കുറച്ച് ആളുകൾ വളച്ചൊടിക്കും. എന്ത്? ഇയാൾ സർവ്വമത സത്യവാദിയാണെന്ന് പറയും. അതല്ലത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പക്ഷെ അതറിയാത്തൊരു ജനത ഇവിടെ ഉണ്ട്. മനസ്സിലാവേണ്ട പുസ്തകങ്ങളിൽ അവർക്കത് മനസ്സിലായിട്ടില്ല. നബിയുടെ കാലത്ത് ഇതേ നബിയുടെ ആവശ്യമുള്ളൂ. എന്താ നബിയുടെ ആവശ്യം? ജനങ്ങളെയൊക്കെ ജബർദസ്തി പിടിച്ചിട്ട് മുസ്ലിമാക്കാൻ നബിയുടെ ആവശ്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു AD 570 ജനിച്ചു. 632 മരിക്കുന്ന ദിവസം ലോകത്ത് 1% മുസ്ലിങ്ങൾ ഉണ്ടാവില്ല. എന്ത് പറഞ്ഞു പോയോ? എന്ത് പറഞ്ഞു? എന്തോന്ന് പറഞ്ഞു? എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? AD 570 ജനിച്ചു. 610 നുബുവത്ത് കിട്ടി. 632 ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ. ഇനി ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ വരാനുമില്ല. ഇത്ര ധർമ്മം സ്ഥാപിച്ച ഒരാളും ഇല്ല. ഇത്ര ഒരു തിയോളജി ക്ലിയർ ആക്കിയൊരു വ്യക്തിയില്ല. ഇതിനേക്കാൾ വലിയ ഒരു മെസ്സഞ്ചർ ഇല്ല. ഈ മെസ്സഞ്ചർ മരിക്കുമ്പോൾ ലോകത്ത് 1% മുസ്ലിങ്ങളില്ല. അള്ളാഹു തിരിച്ചെന്നെ പറയോ? എന്ത് പരിപാടിയത്? നിങ്ങളൊക്കെ ഞാൻ എല്ലാ സൗകര്യവും മോചിതത്തും മറ്റൊക്കെ തന്നാണ് പറഞ്ഞയച്ചിട്ട്. നിങ്ങൾ 1% പോലും അന്ന് ലോകത്ത്
1% മുസ്ലിങ്ങൾ ഇല്ല. അത് നബിയുടെ ബാധ്യതയുമല്ല. നബിയുടെ ബാധ്യത നേരെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരെ സ്വീകരിക്കാനുള്ള ഒരു സ്വതന്ത്രമായ ഒരു സോഷ്യൽ സാഹചര്യം ഉണ്ടാക്കിയിടലാണ്. കഴിഞ്ഞു. ഇനി നമുക്ക് അതിനോട് പിന്തുടർന്നാൽ മതി. ഹലാസ്. അല്ലാതെ മറ്റൊരു ജബർദസ്തി പിടിച്ചിട്ട് ചെവി പിടിച്ച് ഇങ്ങോട്ടാക്കലല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ തന്നെ? അപ്പം നിലവിലുള്ള പ്രശ്നം വളരെ മനസ്സിലാക്കണം. നിലവിലുള്ള പ്രശ്നം മതവിശ്വാസികൾ പരസ്പരം കൊമ്പ് കോർക്കുക എന്നതാണ്. അത് പണ്ട് ഇല്ല. നേരം പോലത്തെ 2 വീട്ടിൽ നിന്ന് 2 ആളാണ്. ഒരു ഗോപാലൻ്റെ വീട്, ഒരു മുഹമ്മദിൻ്റെ വീട്. ഗോപാലൻ നേരെ അമ്പലത്തേക്ക് പോകും, മുഹമ്മദ് പള്ളിയിലേക്ക് പോകും. അവിടെ 2 ആളും തിരിച്ചു വന്നിട്ട് നേരെ ചായപ്പൊടി കൂടും, 2 ആൾ ഒന്നിച്ച് പണിക്കും പോകും. അങ്ങനത്തെ ആയിരക്കണക്കായ വർഷങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്.